നമസ്കാരം. കർഷകർ ഏറെ ആഗ്രഹിച്ച ദിനം ഒടുവിലെത്തിയിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു ഫെബ്രുവരി 24-ാം തീയതി തന്നെ വിതരണം ചെയ്യുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ തുക ലഭിക്കുമോ? ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ അവസാനത്തോളം കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം ഈ വർഷത്തെ 19ാം ഗഡു ഫെബ്രുവരി 24-ന് വിതരണം ചെയ്യും. പ്രധാനമന്ത്രിയുടെ എല്ലാ ഔദ്യോഗിക പരിപാടികളും പ്രസിദ്ധീകരിക്കുന്ന PM ഇവന്റ്സ് പോർട്ടലിൽ ഈ വിവരം വന്നു കഴിഞ്ഞു. കഴിഞ്ഞ തവണ മുഴുവൻ ബെനിഫിഷ്യറിമാർക്കും തുക ലഭിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനാൽ ഈ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമോ എന്ന് ഉറപ്പാക്കാൻ PM കിസാൻ പോർട്ടലിൽ പരിശോധിക്കുക. പണമെത്തിയോ എന്ന് പരിശോധിക്കാൻ pmkisan.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഒക്കെ നൽകി ഗെറ്റ് ഡേറ്റ എന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റാറ്റസ് കാണാം. അതുപോലെ തന്നെ DBT സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ DBT എനേബിൾഡ് ആണോ എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ തുക ലഭ്യമാകില്ല. പലരുടെയും പേയ്മെന്റ് DBT സീഡഡ് അല്ലാത്തതിനാൽ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. DBT സ്റ്റാറ്റസ് അറിയാൻ PM കിസാൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുക. DBT ട്രാക്കർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പേയ്മെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കുക. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രധാന നിർദ്ദേശങ്ങൾ കൂടി പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ടോ? അക്കൗണ്ട് DBT എനേബിൾഡ് ആണോ? മുൻഗഡുക്കൾക്ക് എന്തെങ്കിലും മുടക്കമുണ്ടായിട്ടുണ്ടോ? പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതുണ്ടോ? നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് മാറ്റണമെന്ന് തോന്നിയാൽ PM കിസാൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് പുതിയ ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ DBT സ്റ്റാറ്റസ് എനേബിൾഡ് അല്ലാത്തവര്, അപേക്ഷയിൽ തെറ്റായ ബാങ്ക് വിവരങ്ങൾ നൽകിയവര്, ഭൂമിയുടെ ഉടമസ്ഥാവകാശം വ്യക്തമാക്കിയിട്ടില്ലാത്തവർ, നികുതി അടയ്ക്കുന്ന കർഷകർ, ഇവർക്ക് ഈ തവണ തുക ലഭിക്കില്ല. നിങ്ങളുടെ PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു ഉറപ്പാക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വാർത്തകളും അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.